മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ പുരുഷൻ ആണിന് ജന്മത്താലെ ഒരു കലയുണ്ട്. ഉദാഹരണം, പെടകോഴിയേക്കാൾ കല ഒരു പൂവൻകോഴിക്കുണ്ട്. പിടിയാനയേക്കാൾ കല ഒരു കൊമ്പനാനയ്ക്കുണ്ട്. ഒരു പെൺമയിലിനേക്കാൾ കല ഒരു ആൺമയിലിനുണ്ട്. ഇതുപോലെ മനുഷ്യ ശരീരത്തിലും പുരുഷന് ഒരു പൂർണ്ണത എന്നാണ് മനഃശാസ്ത്രം പറയുക. ആ ഒരു കുറവ് പരിഹരിക്കാൻ വേണ്ടി സ്ത്രീകൾ ശ്രമിക്കും. അതിന് മുടിയുടെ ഭാഷം മാറ്റും, ദേഹത്ത് മുഴുവൻ പെയിന്റ് അടിക്കും, ചുണ്ടിലും കണ്ണിലും പെയിന്റ് അടിക്കും. ചില പെണ്ണുങ്ങൾ പോകുന്ന കണ്ടാൽ തോന്നും ഏതോ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കുച്ചിപ്പിടിയാടാൻ പോണ പോലെ പോകുന്ന സ്ത്രീകളെ കാണാം. അത് പേക്കോലമാണെന്ന് വിവരമുള്ളവർ തിരിച്ചറിയും. ഇതാണ് ഗമയെന്ന് കരുതുന്ന പൊട്ടിപ്പിള്ളേരെ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ. ഒരുപാട് മേക്കപ്പ് നടത്തുന്നവർ ഉള്ളിൽ ആഴമില്ലാത്തവരാണ്. അത് ആണുങ്ങളുടെ മുടിയുടെ കാര്യമാണേലും ആണുങ്ങളെ കാണാം. സ്പൈക്ക്, മഷ്റൂം, അംബ്രല്ല, ന്യൂജൻ, പഴഞ്ചൻ ഏതെല്ലാം രീതിയിലാണ് നടത്തുക. പുരുഷനെ എന്തുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്? കൃഷിയിടമാകുന്നു സ്ത്രീ. അപ്പൊ നിങ്ങൾ ആരാണ്? കൃഷിക്കാരനാണ്. പറയുന്നത് എന്താ? നിങ്ങൾ ഇച്ഛിക്കുന്ന രീതിയിൽ അവൾക്കടുക്കിലേക്ക് ചെല്ലാൻ മുൻഭാഗത്തുകൂടെയും പിൻഭാഗത്തുകൂടെയും അത് ഭാഗത്തുകൂടെ ആയിരിക്കണം. അവിടെയാണ് പരിശുദ്ധവതികളായ സുന്ദരികളായ വെളുത്തു തുടുത്ത വലിയ നേത്രങ്ങളുള്ള പെണ്ണുങ്ങളെ അല്ലാഹു തആല കൂടെ അങ്ങോട്ട് സമ്മാനിക്കണം. വിശദീകരിക്കാൻ ഞാനില്ലേ. അത് ഒരുപാടുണ്ട്. സൂറത്താനും ഒക്കെ എടുത്ത് അങ്ങോട്ട് വീശറിയാണ്ട് ആ സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ തൽക്കാലം അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ എപ്പോഴെങ്കിലും അള്ളാഹു തൗഫീഖ് നമുക്ക് പറയും. ഇപ്പൊ പറഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു അത് വലഹും ഫീ അസ്വാജും മുത്തഹറയാണ്, പരിശുദ്ധവതികളായ പെണ്ണാണ്. ഹൈള്, നിഫാസ്, മലമൂത്ര വിസർജനം, വിയർപ്പ്, ദുർഗന്ധം വമിക്കുന്ന വിയർപ്പ്, ഇതുപോലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സുന്ദരികളായ പെണ്ണുങ്ങളാണ്. കഴിക്കണം, ജ്യൂസ് കുടിക്കരുത്. എന്തുകൊണ്ട്? പഴം യാതൊരു കാരണവശാലും വെള്ളത്തോട് യോജിക്കൂല. ജ്യൂസ് കുടിക്കരുത്. ജ്യൂസ് എന്നൊരു വർഗം ഉണ്ടല്ലോ, നമ്മളെ ശത്രുക്കളല്ലേ അവര് ജ്യൂസ് ജൂതന്മാർ. മനസ്സിലായില്ല? ജ്യൂസ് കൊണ്ടുവന്നതാരാ? ജ്യൂസ് കൊണ്ടുവന്നത് ജ്യൂസ് ലോകത്ത് പണ്ടുണ്ടായിരുന്നില്ല. ജ്യൂസ് കൊണ്ടുവന്നത് ജ്യൂസ് മിഡിൽ ഈസ്റ്റിൽ ജ്യൂസ് കൊണ്ടുവന്നതാരാ? ജൂതന്മാർ. അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ഈ പറഞ്ഞ കണക്ക് എന്നാൽ ജീൻസ് ഇട്ടെന്നാൽ ഒന്ന് സിഗരറ്റും വലിച്ചെന്നാൽ പബ്ലിക്കായിട്ട് നടന്നേക്കാം എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ നടക്കുന്നുണ്ടോ? ഓരോന്നിനും വലിയ തെറ്റ് ചെയ്യുന്നു. എന്താ വസ്ത്രം മാന്യമായ വസ്ത്രം, വലിയ മാല താഴെ വരെയുള്ളത്, വലിയ കിരീടം എല്ലാം ഇട്ടുകൊണ്ട് എത്ര സുന്ദരമായിട്ട് തെറ്റ് ചെയ്തിരിക്കുന്നു. അത് വസ്ത്രത്തെ പിടിക്കാൻ നാണമില്ലല്ലോ നിങ്ങൾക്ക്? വസ്ത്രം എന്നുള്ള ഓരോരുത്തരുടെ അവകാശമാണ്. ഏത് വസ്ത്രം ധരിക്കണം. ഇത് തിരുവസ്ത്രമല്ല, മനസ്സിലാക്കുക. ഇത് തിരുവസ്ത്രമല്ല, ഇതൊരു യൂണിഫോം വസ്ത്രമാണ്. ഇത് തയ്ച്ചെടുക്കുന്നത് ഞങ്ങളാണ്. ഇതിന് തിരുവസ്ത്രം എന്നുള്ള പേരല്ല. ഇതൊരു പ്രത്യേകമായ ഒരു വസ്ത്രം ധരിക്കുന്നു. ഇതേ വസ്ത്രത്തിന്റെ സ്ഥാനമാണ് ഞാനിപ്പോ ഈ വെയിൽ മാറ്റി ഇത് മാറ്റി ഇവിടെ ഞാൻ ഇന്നലെ രാത്രിക്ക് ഞാൻ ചുരിദാറിട്ടാ വന്നേ. ചുരിദാറിട്ട് നിങ്ങൾ എന്നെ കാണുകയും ചെയ്തു. ഞാൻ ഇവിടെ കയറി വന്നപ്പോ നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് തോന്നിയത് സാറേ ഒരു അതുകൊണ്ട് ഒരു മാന്യനായ വ്യക്തി, സോറി കേട്ടോ ഞാൻ അങ്ങനെയൊന്നുമല്ല പറയുന്നത്, ക്ഷമിക്കണം. അപ്പൊ അത് പ്രയോഗത്തില് ശരിക്കും പറഞ്ഞാൽ 2 തട്ടും നമ്മള് പിന്നെ ഏതെങ്കിലും കോടതി ചെന്ന് നോക്ക്, കോടതിയിൽ ഒരു 2 തട്ടും ഒരുപോലെ വീക്ഷിക്കുന്നു. അതേപോലെ ഒരു വീക്ഷണക്കുറവ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എന്റെ മേലെ വ്യക്തിപരമായിട്ട് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ. മോനെ, നീ ഒരു കാര്യം ഓർത്തോണം. നീ ഇവിടെ വെച്ചോണ്ട് പിന്നെ ഈ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നീ എവിടൊക്കെ പോകുന്നു ആ പോകുന്ന റോഡ് ഒന്നും നിന്റേതല്ല. പക്ഷെ വണ്ടി നിന്റെ സ്വന്തമാണ്. അത് ഓർത്തോണം. വണ്ടി നിന്റെ സ്വന്തമാണ്, റോഡ് നിന്റെ സ്വന്തമല്ല. ആ റോഡ് തോന്നിവാസം പലരും വരും. പക്ഷെ നിന്റെ വണ്ടിയിൽ ആരും ഒരയ്ക്കാതെ നീ ഒരയാതെ നോക്കിക്കോണം. അത് നീ മനസ്സിലാക്കിയിരിക്കണം. എന്നാ താക്കോല്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അതുപോലെ ലോകം നിന്റേതല്ല, ഈ പെമ്പർന്നോത്തി നിന്റേതാ. കൈ ഇങ്ങോട്ട് തന്നേടി. അവിടെ വലതുകൈ പിടിച്ചിട്ട് അങ്ങോട്ട് കൊടുത്തു. ഇത് നിന്റേതാ.
തമ്പുരാൻ നിനക്ക് ഈ കാരണത്താൽ അവൻ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും. ലോകം നിന്റേതല്ല, പക്ഷെ ഈ പെണ്ണ് നിന്റെ സ്വന്തമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? തന്തയായാലും കൊള്ളാം, തള്ളയായാലും കൊള്ളാം, ചേച്ചിയായാലും കൊള്ളാം, ചേട്ടനായാലും കൊള്ളാം, നാത്തൂനായാലും കൊള്ളാം, അച്ചിച്ചപ്പനായാലും കൊള്ളാം, ആരും തോന്നിവാസം നിന്റെ പെമ്പടന്ന് തുറന്നേരെ മെക്കിട്ട് കയറാൻ അനുവദിച്ചേക്കരുത്. നിൽക്കേണ്ടടുത്ത് അങ്ങ് നിർത്തിയേക്കണം. എല്ലാത്തിനെയും നിന്റെ ഭാര്യയുടെ പേരെ ആരും മെക്കിട്ട് കയറണ്ട. അത് ബ്രാഹ്മണൻ എന്താണ് അർത്ഥം? അത് ധർമ്മപദം ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് പാലിഭാഷ അറിഞ്ഞുകൂടാ. ഏതായാലും അയ്യപ്പത്ത് മാധവൻ എന്ന് പറഞ്ഞ ഒരാൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പറഞ്ഞത് ബ്രാഹ്മണന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സുന്ദരയ്യാസിണ്ടാക്കാം. എന്നിട്ട് ഞാൻ ഇസ്ലാം എന്ന് പുറത്തു പോയോ? പിന്നെ ജയ് ശ്രീരാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നത്? ആരാ ശ്രീരാം എന്ന് മനസ്സിലാക്കിയോ? മുഹമ്മദിന് ഇവിടെ എത്രയും മുമ്പ് ഈ ജീവിച്ചിരുന്ന ഭാരതീയൻ ഒരു ഏകദൈവ വിശ്വാസിയായിരിക്കും. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാണോ കഥ? യഥാർത്ഥ കഥ എന്ന് പഠിക്കാതെ പണ്ട് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ പോലെ പറയാൻ തോന്നുന്നു എനിക്ക്. ദൈവസ്തംഭം മഹാശര്യം എനിക്കും കിട്ടണം പണം എന്ന് അദ്ദേഹം അതിലടുത്ത് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു, ശിവൻ, പിന്നെ ബ്രഹ്മാവ് എന്നൊക്കെ പറഞ്ഞ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ആളുന്ന ഒരേ ദൈവത്തിൻ്റെ പേരാണത്. സൃഷ്ടിക്കുകയും സംഹരിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നവരെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ദൈവത്തിൻ്റെ പേരാണ്. മുസ്ലിങ്ങൾ അസ്മാഉൽ ഹുസ്ന എന്ന് പറയും. ഹൈന്ദവർ ഇവിടെ സഹസ്രനാമം ചെല്ലാറുണ്ട് സന്ധ്യാനേരത്ത്. ഗോവിന്ദായ നമ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മറ്റൊരു മുസ്ലിങ്ങൾ അവരുടെ പേരിൽ പറയുന്നു. ഇതെല്ലാം ഒരു ദൈവത്തിൻ്റെ പേരുകളാണ്.